ഹലോ, പ്ലാന്റ് സ്റ്റോറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 10 മണി ചെടിയായിട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നൊരു ചെടിയാണല്ലേ 10 മണി ചെടി. എന്നാൽ 10 മണി ചെടിയുടെ ചില വിശേഷങ്ങൾ കണ്ടാലോ? അത് മാത്രമല്ല കേട്ടോ, ഒരു കിടിലൻ കോംബോ ഓഫർ കൂടി ഉണ്ട് കേട്ടോ ഇതിന്. വീട്ടിൽ സിമ്പിളായിട്ട് വളർത്താൻ കഴിയുന്ന ഒരു പ്ലാന്റ് ആണല്ലേ 10 മണി. അതുപോലെ തന്നെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഇതിൻ്റെ പേര് പോലെ തന്നെ ഇത് കംപ്ലീറ്റ് വിരിയുന്നത് 10 മണിക്കാണ്. നമ്മുടെ ഗാർഡനിലൊക്കെ 10 മണിച്ചെടി വിരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ എന്തൊരു ഭംഗിയായിരിക്കും അല്ലേ, അതും പല കളറിൽ. എന്നാൽ പിന്നെ പറയും വേണ്ട, ഒരു പ്രത്യേക ഫീൽ തന്നെയായിരിക്കും അത്. ഈ പ്ലാന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ സിമ്പിളാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാലേ ഇത് ഒരുപാട് കാലം ഈ ചെടി കംപ്ലൈൻറ്റ് ഇല്ലാണ്ട് കൊണ്ടുപോകാനും അതുപോലെ തന്നെ ഈ പ്ലാന്റിൽ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവാനൊക്കെ സാധിക്കും കേട്ടോ. എന്നാൽ നമുക്ക് അതെന്തൊക്കെയാണെന്നൊക്കെ നോക്കിയാലോ. ചെടി നിറയെ ഹെൽത്തി ആയതും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതും ആയ ഫ്ലവേഴ്സ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഒരു ചിലവുമില്ലാത്ത ഒരു ട്രിക്ക് പറഞ്ഞു തരട്ടെ. നമ്മുടെ വീട്ടിലൊക്കെ സാധാരണ പഴത്തൊലി എന്താ ചെയ്യുക, വലിച്ചെറിയല്ലേ. എന്നാൽ ഇനി അത് കളയണ്ട കേട്ടോ. ഈ പഴത്തൊലി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക, എന്നിട്ടത് കുറച്ച് വെള്ളത്തിലിട്ട് ഒരു ദിവസം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിറ്റേ ദിവസം ആ വെള്ളം നമ്മുടെ 10 മണിച്ചെടിക്ക് ഒഴിച്ചു കൊടുത്താണ്ടല്ലോ, നമ്മുടെ 10 മണിച്ചെടി നിറയെ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് നമുക്ക് തരും കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ പഴത്തൊലിയിലേ ഒരുപാട് പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ചെടി നല്ല ബ്രൈറ്റായിട്ടും നല്ല ഷൈനിങ് ആയിട്ടും ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ടാവാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ ഇത് ഡെയിലി ഒഴിക്കണം എന്നല്ല കേട്ടോ, ആഴ്ചയിൽ 1-2 തവണ മാത്രം മതിയേ. അതുപോലെ തന്നെ ഈ ചെടിയിൽ ഓവർ വെള്ളം കെട്ടിക്കിടക്കാനൊന്നും പാടില്ല കേട്ടോ. വെള്ളം പോകുന്ന ഒരു പോട്ടിൽ വേണം കേട്ടോ ഈ ചെടി നടാനായിട്ട്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എഗ്ഗ് ഷെല്ലില്ലേ, അതായത് മുട്ടത്തൊലി, അത് നല്ല മിക്സിയിലിട്ട് അടിച്ചിട്ട് അതിൽ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു 2-3 ദിവസം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അതും കൂടി ഒന്ന് ഒഴിച്ചു നോക്ക്. ഇതുപോലെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരും കേട്ടോ. പിന്നെ അത്യാവശ്യമൊക്കെ സൺലൈറ്റ് ഈ പ്ലാന്റിന് ആവശ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലത്ത് ഇത് പ്ലേസ് ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ പോട്ടി മിക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു പ്ലാന്റ് നടുമ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ളൊരു പോട്ടി മിക്സ് ഉണ്ടാവുമല്ലോ. അതായത് സോയിൽ, ചാണകപ്പൊടി, കോക്കോ പീറ്റ്, ഇത് മൂന്നും ഈക്വലായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് ധാരാളമാണ് കേട്ടോ. ഈ പ്ലാന്റിന് ഒരുവിധം എല്ലാ പ്ലാന്റ്സിനും ഈ ഒരു പോട്ടി മിക്സ് മതിയാവും കേട്ടോ. നമ്മുടെ പ്ലാന്റിൻ്റെ റൂട്ട്സൊക്കെ വളരെ സോഫ്റ്റാണ് കേട്ടോ, പ്രത്യേകിച്ച് 10 മണിയുടെ. അതുകൊണ്ട് ഇതിൻ്റെ റൂട്ട്സിന് വളരെ സ്മൂത്തായിട്ടൊക്കെ പോകാൻ ഈ ഒരു മിക്സ് ആണെങ്കിൽ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ പ്ലാന്റ് നടുമ്പോൾ ഇതിൻ്റെ തണ്ട് സോയിലിൽ ഒരുപാട് താഴ്ത്തി വെക്കരുത് കേട്ടോ. കാരണം ഒരുപാട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ തണ്ട് ചീഞ്ഞ് പോകാൻ ചാൻസ് ഉണ്ട്. ഏകദേശം 1 ഇഞ്ചൊക്കെ താഴ്ത്തിയാൽ മതിയാവും. ഇതുപോലുള്ള ചെറിയ ചെറിയ കെയറിങ്സ് ഒക്കെ ഇതിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റും അതുപോലെ തന്നെ പ്ലാന്റ് നിറയെ നല്ല ബ്രൈറ്റും നല്ല ഷൈനിങ്ങും ആയിട്ടുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ പഴയതുപോലെ ഒന്നല്ല, ഒരുപാട് വെറൈറ്റി കളേഴ്സിലൊക്കെ ഇത് അവൈലബിൾ ആണ്. സിംഗിൾ കളറിലും മൾട്ടി കളറിലൊക്കെ അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇതിൻ്റെ ഒരുപാട് കളേഴ്സ് ഇത് അവൈലബിൾ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഒരു ബെസ്റ്റ് കോംബോ ഓഫറുമായിട്ടും കൂടിയാണ് വന്നേക്കണത്. 10 പ്ലാന്റിൻ്റെ ഓഫറാണ് കേട്ടോ ഉള്ളത്. 10ഉം ഡിഫറൻസ് കളറായിരിക്കും കേട്ടോ ഉണ്ടാവുക. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും നമ്മൾ അയച്ചു തരിക. എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അതുപോലെ തന്നെ എല്ലാം റൂട്ടഡ് പ്ലാന്റും കൂടിയാണ്. ജിഫി ബാഗിലായിരിക്കും കേട്ടോ പ്ലാന്റ് ഉണ്ടാവുക. ഈ 10 പ്ലാന്റിനും കൂടി ആകെ വരുന്ന എമൗണ്ട് 299 രൂപ മാത്രമാണ്. അപ്പോൾ വേണ്ടവരൊക്കെ നമ്മുടെ കോൺടാക്റ്റ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും താങ്ക്